മധ്യപൂർവേഷ്യ ലോകരാഷ്ട്രീയത്തിന്റെയും ഇന്ധന രാഷ്ട്രീയത്തിന്റെയും സ്ഥിരാകേന്ദ്രം. കാലങ്ങളായി രൂപപ്പെട്ട സഖ്യങ്ങളും ഉടമ്പടികളും ഇവിടെ ഓരോ നിമിഷവും മാറി മറിയുകയാണ്. ഒരു വശത്ത് ദശകങ്ങളായി തുടരുന്ന പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഇസ്ലാമിക് ബ്രദർഹുഡ്. 2025 സെപ്റ്റംബറിൽ റിയാദിൽ വെച്ച് അവർ ഒപ്പുവെച്ച ചരിത്രപരമായ ഒരു പ്രതിരോധ കരാർ ലോകത്തെ ഞെട്ടിച്ചു. ഒരാൾക്കെതിരെയുള്ള ആക്രമണം ഇരുവർക്കുമെതിരെയുള്ള ആക്രമണമാണ് എന്ന സംയുക്ത പ്രഖ്യാപനം പാകിസ്ഥാന് നൽകിയത് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ കൃത്യം 4 മാസങ്ങൾക്ക് ശേഷം 2026 ജനുവരിയിൽ ന്യൂഡൽഹിയിൽ മറ്റൊരു ചരിത്രം കുറിക്കപ്പെട്ടു. ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ഒരു പ്രതിരോധ കരാർ. ഇത് വെറുമൊരു കച്ചവട കരാറല്ല, മറിച്ച് പാക് സൗദി അച്ചുതണ്ടിനെ തന്ത്രപരമായി നേരിടാനുള്ള ഇന്ത്യയുടെയും UAEയുടെയും ഒരു കരുത്തുറ്റ നീക്കമാണ്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നു, ഗൾഫ് രാഷ്ട്രീയത്തിലെ ഈ പുതിയ സമവാക്യങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും. നമുക്ക് നോക്കാം. സൗദി പാക് സൗഹൃദത്തിന്റെ വേരുകൾ തേടണമെങ്കിൽ നമുക്ക് 1960കളിലേക്ക് പോകണം. സൗദി അറേബ്യയുടെ സമ്പത്തും പാകിസ്ഥാന്റെ സൈനിക ശക്തിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളായിരുന്നു ദശകങ്ങളായി ആ ബന്ധത്തിന്റെ അടിത്തറ. സൗദിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്നും അവരുടെ ഒരു വിശ്വസ്ത കാവൽക്കാരനായിരുന്നു. സൗദി രാജകുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായ ഘട്ടങ്ങളിലെല്ലാം പാക് സൈന്യം അവിടെ എത്തിയിട്ടുണ്ട്. പകരമായി പാകിസ്ഥാന്റെ തകരുന്ന സമ്പദ് വ്യവസ്ഥയെ തങ്ങളുടെ അതിഭീമമായ എണ്ണപ്പണം കൊണ്ട് സൗദി താങ്ങി നിർത്തി. എന്നാൽ കാലം മാറി. 2025 സൗദി പാക് കരാർ വെറുമൊരു സൗഹൃദ ഉടമ്പടിയല്ല. ആണവശക്തിയായ പാകിസ്ഥാന്റെ സഹായം സൗദി അറേബ്യ ഉറപ്പാക്കുന്നു എന്ന സൂചനയാണ് അത് നൽകുന്നത്. ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്കും പേർഷ്യൻ ഗൾഫിലെ അസ്ഥിരതയ്ക്കും നടുവിൽ സൗദി അറേബ്യ തങ്ങളുടെ സുരക്ഷാ കവചം ശക്തമാക്കുകയാണ്. ഈ സമയത്താണ് അബുദാബിയിൽ നിന്ന് പുതിയൊരു കാറ്റ് വീശുന്നത്. UAE ഗൾഫിലെ ഏറ്റവും ആധുനികവും പ്രായോഗികവുമായ രാജ്യം. പരമ്പരാഗതമായ മതപര സഖ്യങ്ങൾക്കപ്പുറം സാമ്പത്തികവും സാങ്കേതികവുമായ ഒരു വളർച്ചയാണ് ഇന്ന് UAE ലക്ഷ്യമിടുന്നത്. അവിടെയാണ് ഇന്ത്യയുടെ കടന്നുവരവ്. പാകിസ്ഥാനെ പോലെ UAEയോട് സാമ്പത്തിക സഹായം ചോദിച്ചു വരുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ, മറിച്ച് $200 ബില്യൺ വ്യാപാരത്തിലേക്ക് കുതിക്കുന്ന ഒരു വമ്പൻ വിപണിയാണ്. 2026 ജനുവരിയിലെ കരാറിലൂടെ ഇന്ത്യയും UAEയും കൈകോർത്തത് പ്രതിരോധ മേഖലയിലാണ് എന്നത് പാകിസ്ഥാനെ തീർത്തും അസ്വസ്ഥമാക്കുന്നു. 3 കാര്യങ്ങളാണ് ഈ കരാറിലെ പ്രധാന ഇനങ്ങളായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യവസായ സഹകരണം ശക്തമാക്കുക എന്നതാണ്. തൽഫലമായി ഇന്ത്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ UAE പണം നിക്ഷേപിക്കും. രണ്ടാമതായി, സൈബർ സുരക്ഷയിലും ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിലും ഇന്ത്യ UAE സംയുക്ത പ്രവർത്തനമാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നിന്നുയരുന്ന ഭീഷണികളെ ചെറുക്കാൻ ഇത് വളരെ നിർണായകമാണ്. അവസാനമായി, ജോയിന്റ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ്. ഇത് പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇരു നാവികസേനകളും ഒന്നിച്ചു നീങ്ങാനാണ് ധാരണയായിട്ടുള്ളത്. ഇതൊരു ചെക്ക്മേറ്റാണോ? വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഗൾഫ് കാർഡിനെ പൂർണ്ണമായും നിർവീര്യമാക്കാനുള്ള ഇന്ത്യയുടെ ബുദ്ധിപരമായ ഒരു ചുവടുവെപ്പെന്നാണ്. പാകിസ്ഥാൻ എപ്പോഴും കരുതിയിരുന്നത് ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ അറബ് ലോകം മുഴുവൻ തങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ്. എന്നാൽ UAEയുമായുള്ള ഇന്ത്യയുടെ ഈ കരാർ ആ വിശ്വാസത്തെ തകർക്കുന്നു. സൗദി പാകിസ്ഥാനെ സഹായിച്ചാൽ പോലും UAE ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു പങ്കാളിയായി തുടരും. ഇതൊരു ബാലൻസിംഗ് ആക്റ്റാണ്. മറുവശത്ത് സൗദിയും UAEയും തമ്മിലുള്ള ആഭ്യന്തര മത്സരവും നമ്മൾ കാണാതെ പോകരുത്. യമനിലും എണ്ണ വിപണിയിലും സൗദിയും UAEയും 2 തട്ടിലാണ്. സൗദി പാകിസ്ഥാനെ കൂട്ടുപിടിക്കുമ്പോൾ UAE ഇന്ത്യയെപ്പോലൊരു വമ്പൻ മഹാശക്തിയെ ഒപ്പം നിർത്തുന്നത് സ്വാഭാവികമായ ഒരു പ്രതിരോധ തന്ത്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ UAEക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരേ ഒരു പങ്കാളി ഇന്ത്യയാണ്. ഗ്വാദർ തുറമുഖത്തിന് ബദലായി ഇന്ത്യയുടെ മുംബൈയും ഗുജറാത്തും UAEയുടെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഈ നീക്കങ്ങൾക്കിടയിലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വലിയ ഘടകമുണ്ട്. അതാണ് ആണവായുധം. പാക് സൗദി കരാറിലെ അവ്യക്തമായ വരികൾക്കിടയിൽ പലരും വായിച്ചെടുക്കുന്നത് ന്യൂക്ലിയർ അംബ്രല എന്ന സാധ്യതയാണ്. ഇറാനെ ഭയക്കുന്ന സൗദിക്ക് പാകിസ്ഥാൻ ആണവ സാങ്കേതിക വിദ്യ കൈമാറുമോ? ഇതിനെ ഇന്ത്യയും UAEയും നേരിടുന്നത് സിവിൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ എന്നൊരു ബദൽ മാർഗം വഴിയാണ്. യുദ്ധത്തിനുള്ള ആറ്റമല്ല, മറിച്ച് ഊർജത്തിനുള്ള ആറ്റം. 2026 കരാറിൽ UAEയുടെ ആണവ റിയാക്ടറുകളിലെ സഹകരണം ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സൗദിയുടെ നീക്കങ്ങളെ സസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഈ സഖ്യം ഇന്ത്യയെ സഹായിക്കും. ഈ കളിയിൽ ആരും പൂർണ്ണമായി ജയിക്കുന്നില്ല. പാകിസ്ഥാന് സൗദിയുടെ പണം വേണം, സൗദിക്ക് പാകിസ്ഥാന്റെ സൈന്യം വേണം. എന്നാൽ ഇന്ത്യക്ക് വേണ്ടത് ഗൾഫിലെ സ്ഥിരതയും അവിടുത്തെ വ്യാപാരവുമാണ്. കാര്യങ്ങൾ വ്യക്തമാണ്.
പഴയകാലത്തെ പോലെ ഇസ്ലാമിക് ബ്ലോക്ക് എന്ന ഒറ്റക്കല്ലിൽ ഇനി ഗൾഫിനെ കാണാൻ കഴിയില്ല. ഇന്ത്യ UAE സഖ്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. സൗദി അറേബ്യയുമായുള്ള പാകിസ്ഥാന്റെ സൈനിക കരാർ ശക്തമാണെങ്കിലും UAEയിലൂടെ ഇന്ത്യ ഗൾഫിന്റെ ഉള്ളറകളിൽ തങ്ങളുടെ സ്വാധീനം വ്യക്തമായി ഉറപ്പിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ സൗദി അച്ചുതണ്ടിനെ ഒരു യുദ്ധത്തിലൂടെ അല്ല, മറിച്ച് സാമ്പത്തികവും തന്ത്രപരവുമായ ഒരു കെട്ടുറപ്പിലൂടെ ഇന്ത്യ പ്രതിരോധിക്കുകയാണ്. മരുഭൂമിയിലെ കാറ്റ് ദിശ മാറുകയാണ് ഒരു പുതിയ ലോകക്രമത്തിലേക്ക്. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.